കെ ആർ സാജുവും കൂടെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കൂ കെ ആർ സാജു, 11 മണിക്ക് കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണും എന്നുള്ള വാർത്ത, ഇതിനകത്ത് എന്ത് വിശദീകരണമായിരിക്കും കൃഷ്ണകുമാർ പറയുന്നത്? ഗൗരവമായ ഒരു പരാതി, ആ പരാതി മുതിർന്ന നേതാക്കളെല്ലാം അവഗണിച്ചു. BJPക്ക് അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. BJP ശക്തമായ പ്രതിരോധത്തിൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും കൃഷ്ണകുമാർ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക? അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെ അദ്ദേഹം എങ്ങനെ വിശദീകരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം ഈ ആരോപണങ്ങളെ അദ്ദേഹം തള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും പാർട്ടിക്ക് ചില പരാതികൾ കൊടുത്തതായി ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ലഭ്യമല്ല. അത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു വിശ്വസനീയമായ സോഴ്സസിൽ നിന്നും നമുക്കതിനെ സ്ഥിരീകരിച്ച് നൽകാൻ ഈ ഘട്ടത്തിലും കഴിയുന്നില്ല. അദ്ദേഹവും വിശദീകരണമോ അല്ലെങ്കിൽ ഒരു പരാതിയോ പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന ചില സൂചനകൾ ചില കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് ഉറപ്പിക്കാൻ കഴിയില്ല. ഏതായാലും കൃഷ്ണകുമാറിന്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. അപ്പോഴും പരാതിക്കാരിക്ക് മുന്നിൽ BJPക്ക് പല കാര്യങ്ങളും വിശദീകരിക്കേണ്ടതുണ്ട് പരാതിക്കാരിയോട്. കാരണം എന്തുകൊണ്ട് നേരത്തെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്ക് കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരന്, അതുപോലെ തന്നെ MT രമേശിന്, സുഭാഷിന് ഒക്കെ പരാതി നൽകിയിട്ട് ഇതിനകത്ത് നടപടികൾ ഉണ്ടാവാതെ പോയത്, അല്ലെങ്കിൽ ആ പരാതികൾ തെറ്റാണ് എന്ന് കണ്ടെത്തിയതാണ് എങ്കിൽ അക്കാര്യം എങ്കിലും പരാതിക്കാരിയെ അറിയിക്കേണ്ട മിനിമം ബാധ്യത ആ നേതൃത്വത്തിലുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതേതായാലും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിമർശനങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുതിയ പരാതിയായി 2 ദിവസം മുമ്പ് ഇത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്തേക്ക് എത്തിയത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുന്നിൽ 2 ദിവസം മാത്രമേ പരാതി എത്തിയിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് ആ പരാതിയോട് പ്രതികരിച്ചിട്ടുമുണ്ട്. അക്കാര്യം പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു നടപടി എന്ന് പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ പോസിറ്റീവായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ കത്തിൽ ആരോപണ വിധേയരാകുന്ന നേതാക്കളാണ് കൂടുതൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കേണ്ടത്. അതിന്റെ ബാധ്യത V മുരളീധരനുണ്ട്, MT രമേശിനുണ്ട്, സുഭാഷിനുണ്ട്, RSS നേതാവായ ഗോപാലൻകുട്ടി മാസ്റ്റർക്കുണ്ട്. കാരണം ഇവർക്കൊക്കെ മുന്നിൽ ഒരു തങ്ങളുടെ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവിനെതിരെ ഒരു വനിത പരാതിയുമായി എത്തുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല. ആ പരാതിയാകെ അവഗണിച്ചു എന്നാണ് അവർ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതായത് BJP നേതൃത്വം സ്ത്രീ പീഡനങ്ങൾക്കെതിരെ, സ്ത്രീ പീഡകർക്കെതിരെ വലിയ രീതിയിലുള്ള സമരം നൽകുമ്പോൾ അതിന്റെ മെറിറ്റ്, ആ സമരത്തിന്റെ മെറിറ്റിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇത്. തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്ന ഒരു പരാതിയെ കൈകാര്യം ചെയ്യാതെ എന്തുകൊണ്ട് നേതൃത്വം മുന്നോട്ട് പോയി എന്നതാണ് നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടത്. ഇത് രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ പീഡന കേസ് വരുമ്പോൾ അതിനോടൊരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട ഉദാത്തമായ മാതൃകകളുണ്ട്. അത്തരം മാതൃകകൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പരാതിക്കാരിയുടെ പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അതിനപ്പുറം ഉണ്ടായിട്ടുണ്ടോ എന്ന് വളരെ വേഗം മടങ്ങിയെത്താം. മുൻപും പരാതി നൽകിയിട്ടും തീർച്ചയായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ഉത്തരം നൽകേണ്ട ബാധ്യത BJPക്കുണ്ട്. കൃത്യമായി വിശദീകരണം, എത്രത്തോളം വിശദീകരണം നൽകിയാലും ഒരു യുവതി പരാതി നൽകുമ്പോൾ ആ പരാതി ഗൗരവത്തോടെ കാണാതിരുന്ന BJPയുടെ മുതിർന്ന നേതാക്കൾ, ആ പരാതിയിൽ പേര് പറഞ്ഞിട്ടുള്ള മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെയും ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്.